ഇങ്ങോട്ട് തന്നേക്ക് മാഷേ. ഗോപിപ്പിള്ളേ, എന്താ മാഷേ? ആ കത്തിങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, വായിക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ 1-2 വരികൾ തിരുത്താനുണ്ടായിരുന്നു. മെനക്കേടായല്ലോ. ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ, ഏതാ അഡ്രസ് പറ. അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ! ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം! ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ശമ്പളാണ്. ഈശ്വരനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. എന്ത് പറ്റിയ ടീച്ചർ? എന്താ ടീച്ചർ? ടീച്ചർ എന്തിനാ കരയുന്നത്? താമല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞെന്ന്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കുറെ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റക്ക് ഇട്ടിപ്പോ കയറി പിടിച്ചാടും. ഇവിടെ എന്താ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. എന്താടോ? ഓണൊക്കെ വരണേ. ആ, ഓണൊക്കെ വരണേ. ചാരായം കുടിക്കാനാ കള്ളൻ. അപ്പോ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? സാർ നാളെ ടൗണിൽ പോകുന്നുണ്ടോ? ഉണ്ട്. വീട് പണിക്കാർക്ക് ഓണം പ്രമാണിച്ച് എന്തെങ്കിലും കൊടുക്കണം. പിന്നെ നിർമ്മലയെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ. പയ്യന്നൂർക്കുള്ള ബസ് കയറ്റി വിടണം. വടക്കേലെ ശ്രീധരൻ നാളെ അവധിക്ക് വരുന്നുണ്ട്. ആ കാറ് ഏതായാലും ടൗൺ വരെ വെറുതെ പോണുണ്ട്. ബസ്സിൽ ചാടി കയറി വെറുതെ ഇടിയും തൊഴിയും കൊള്ളണ്ടല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. നാളെ ഞാനും ടൗൺ വരെ വന്നു കളയാം. എന്തിന്? അല്ല, വേറൊന്നുമല്ല, ഈ
ഓണം മത്സരത്തിനുള്ള ട്രോഫികൾ വേണേ അതെന്റെ ചുമതലയാ. നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോരുകയും ചെയ്യാം. ആ അങ്ങനെയാണെങ്കിൽ ആ രാവിലെ ഒരു 9 മണിക്ക് താൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കുക. എന്നാൽ താൻ വന്ന് നിൽക്കടോ. പ്രവേശിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയാസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിലെ കുരുന്നു പ്രതിഭകളെ കണ്ടെത്തുവാനോ കയറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ. ട്രോഫികൾ വാങ്ങണ്ടേ? നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാ. ശരി, എന്നാ ഞങ്ങൾ വിട്ടോട്ടെ. വിട്ടോളൂ. ശരി. നാട്ടിലെ കുരുന്നു പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട് ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ എനിക്ക് മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്. എന്താ മാഷ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നൊരു സമാധാനാവും. വാ വാ, ഇങ്ങ് വാ മാഷെ. 2 ചായ. ആ, ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ. ബെസ്റ്റ് കടലക്കറിയുണ്ട്. 2 കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? ഓ. എനിക്കും ഭയങ്കര ഇഷ്ടാണ്. ആ, 2 പടലപ്പഴവും. ദേ വരണം. മാഷക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുന്ന് വാങ്ങിച്ചോളൂ. പേടിച്ചോ? ഇങ്ങനെ പിന്നെ കൂടെ വന്ന് പിടിച്ചാ പേടിച്ചു പോവില്ലേ? അത്രയും പേടിയുള്ളവർ ഈ പണിക്ക് വരരുത്. നിങ്ങൾ സാധനം എടുക്കി. പോലീസുകാരെ കാണുമ്പോ മനുഷ്യന്റെ നെഞ്ചിടിക്കുക. ഈ കടൽപ്പാലത്തിനടിയിലും ഗുഹയിലും ശവപ്പറമ്പിലും അല്ലാതെ ഈ നാട്ടിൽ വേറെ സ്ഥലമില്ലേ? വേറെ സ്ഥലമുണ്ട്, പക്ഷെ ഈ ഇടപാടിന് പറ്റിയ സ്ഥലമില്ല. നിങ്ങളെ താമസം എവിടെയാ? അടുത്തതാണോ നമ്മൾ അവിടെ വരാം? തനിക്ക് പേടിയാണെങ്കിൽ തന്നെ വാവുക്കാനോട് പറ വേറെ ആളെ അയക്കാൻ. അല്ലോ, ബാബുക്കാനോട് പറയാനാ? മൂപ്പരെ കാണുമ്പോ തന്നെ നമ്മളെ മുട്ടിടിക്കും. അപ്പൊ മൊത്തത്തിൽ താൻ പേടിക്കാൻ വേണ്ടി ജനിച്ച ആളാ ആയിരിക്കും. നിങ്ങളെ പേരെന്താ? എന്തിനാ ചോദിച്ചേ ഉള്ളൂ. പൊതിയിൽ സ്വർണ്ണായിരിക്കും അല്ലേ? അത് ബാവുക്കാനോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ നാടെവിടെയാ? ഇയാളെ വേഗം സ്ഥലം വിട്. ഊരും പേരും പറയൂല? അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പറഞ്ഞാൽ പോരെ? മതി, തിരക്കില്ല. ബാബുക്കാനോട് വല്ലതും പറയാനുണ്ടാ? ഇവിടെ എല്ലാവർക്കും സുഖം, അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞേക്കും. ഒന്നു ജോസേ, നീ ഈ പോലീസിന്റെ ചാരപ്പണിക്കൊന്നും നിൽക്കണ്ട. കള്ളൻ ഏതായാലും നമ്മുടെയൊക്കെ വകുപ്പൊന്നാ. ഇൻസ്പെക്ടർമാര് മാറി മാറി വരും. പക്ഷെ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ജീവിക്കേണ്ടവരാ. തന്നെയുമല്ല, അവരൊക്കെ വലിയ വലിയ നിലയെ കക്കുന്നവരാ. അവരെവിടെ, നമ്മളെവിടെ? അയാൾ ആരാണെന്ന് അറിഞ്ഞാ മതി, ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. അങ്ങനെ നമ്മളെക്കാൾ വലിയവനായിട്ട് ഇവിടെ ആരും വിലസണ്ട. ചിലപ്പോ നമ്മുടെ തുരപ്പം വാസുമായിരിക്കും ഇനി. അവനിപ്പം വീറിലല്ലേ? ജോസ് പറഞ്ഞ രൂപം ഭാവം വെച്ച് നോക്കുമ്പോ തോമസ് ആവാനാ വഴി. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടാ? അവൻ ഈ തൊഴിലെല്ലാം നിർത്തി കല്യാണം എല്ലാം കഴിച്ച് പോണ്ടിച്ചേരില്ല. നമ്മുടെ ചീങ്കണ്ണി എന്തോ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കേട്ടു. ഇനിയിപ്പോ അവനായിരിക്കോ? അവരെല്ലാം നമ്മുടെ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അവരാരും ആകാൻ വഴിയില്ല. അതും ശരിയാ. അപ്പൊ ആള് തീർച്ചയായിട്ടും വരുത്തനായിരിക്കും. വല്ല ബോംബെന്നോ കൽക്കട്ടയെന്നോ. ആ, എന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ നോക്കാം.
ജമാലെ പോയി അവിടെ നിന്നേടാ. നിന്നെ ഞാനിത് എവിടൊക്കെ തിരക്കി. നിന്റെ ഉമ്മാടി ചോദിച്ചപ്പോ നീ മാർക്കറ്റിൽ പോയിരിക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് മുഴുവൻ മഷിയിട്ട് നോക്കി നിന്നെ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ ഞാൻ നേരെ റേഷൻ പടിയിൽ പോയി. നിങ്ങൾ എവിടെയാ? എന്നെ മനസ്സിലായില്ല? ഇല്ല. ശരി ബാ പറയാം. നിന്റെ ബാബുക്കാട് വീട്ടിൽ വെച്ച് നീ എന്നെ കണ്ടിട്ടില്ല? ഇല്ല. ആ എന്നാ ബാബുക്കാട് പിന്നെ ചോദിച്ചാൽ മതി ഈ ജോസ് ആരാണെന്ന്. അപ്പം മൂപ്പര് പറയും ഞങ്ങള് ബെടാ ബെടാ ദോസ്തുക്കളാ. ഇപ്പൊ മനസ്സിലായോ? ഇല്ല. ബാബുക്കയാ പറഞ്ഞത് ജമാലിനോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നു. പുതിയൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ സിറ്റിയിൽ. അവനെ കൊണ്ടൊരു കാര്യം സാധിച്ചെടുക്കാനാ. അല്ല 19,000 രൂപ അവന് കൊടുക്കും. അതുകൊണ്ട് നിനക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂട്ടിക്കോ. എങ്ങനെ ആളെ ഒന്ന് കാണുക. നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത്? എടോ എല്ലാ കാര്യങ്ങളും ബാബുക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിഞ്ഞൂടെ ബാബുക്കയായിട്ട് ഇടപാടുള്ള ആ പുതിയ പുള്ളിയെ? നീയല്ലേ ഇടനിലക്കാരൻ. നിങ്ങൾ ആരാ? ഇമാതിരി കാര്യം നിങ്ങൾ എന്നോട് പറയണ്ടേട്ടാ. ചേട്ടാ ഇവനെന്ത് മനുഷ്യൻ. പോട്ടെ. നിക്കടോ. സൂറയുടെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടാവും. ഈ അരി എത്തിയിട്ട് വേണം. ഈ പുള്ളിയെ നിനക്കറിയാവുന്ന എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പറയടാ അവനെവിടെ കിട്ടും? ഞമ്മക്കറിയില്ല. ബാബൂക്കാനോട് തന്നെ ചെന്ന് ചോദിക്ക്. ബാബൂക്ക പറയുന്ന പണി ചെയ്യാന്നല്ലാതെ മൂപ്പര് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയോട് പോലും ഒരൊറ്റ അക്ഷരം മിണ്ടാൻ പാടില്ലെന്ന്. പോയിക്കോട്ടെ. നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാറ് എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോ തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിനെ കുറിച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. സോറ നമ്മളെ പുരയിൽ ഇരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. ഉവയത്ത് നളിയന്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോ എന്താ ചെയ്യാ? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുവോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്കും ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ. നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആ ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്താ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തോണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അപ്പൊ വന്നാ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെങ്കിലും പോവാം. പുറത്തെവിടെ?
ആളുകൾ അധികം ഇല്ലാത്തടത്ത് ബുദ്ധിമുട്ടുണ്ടോ? ഏയ് എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാ വില്ലന് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ, വാസുദേവൻ, ടോണി. കടപ്പുറത്ത് എത്തി പോലീസ്. എല്ലാ കുടിലുകളിലും നിങ്ങളെ തെരഞ്ഞു. അവസാനം അങ്ങാടിയിൽ അഹമ്മദ് ക പാർട്ടി ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴാ പോലീസിന്റെ ശല്യം തീർന്നത്. നിങ്ങളെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ചത്തേനെ. ആരെ പേടിക്കാനാ ജമാലെ? എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. എന്താ? നിങ്ങൾ മുസ്ലിം തന്നെ. നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? എങ്കിൽ ഭഗവത്ഗീതയിലെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലിത്തരട്ടെ. അല്ലോ വേണ്ട, അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പോലീസ് ഇവിടെ പണിയെടുക്കുന്ന തള്ളയല്ലത്. എടുത്തോട്ടൊക്കെ. ഇവിടെ എങ്ങനെ എത്തി? വേണോന്ന് വെച്ചാ എവിടെ എത്താൻ പറ്റത്ത്? ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ആര്? എന്റെ മനസ്സ്. അതിശയം തന്നെ കേട്ടോ. ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അതാണ് ഈ മനപ്പുറത്ത് ഒന്ന് പറയുന്നത്. ആനി എന്നെ കാണണമെന്ന് വിചാരിച്ചു, ഞാൻ വന്നു. ടോണി മുരളീധരൻ നായരെ അറിയോ? ഏത് മുരളീധരൻ നായര്? കസ്റ്റംസിലെ. കസ്റ്റംസിലെ? ഓ കസ്റ്റംസിലെ മുരളീധരൻ നായര്. അറിയാം. ഡാഡിയുടെ സുഹൃത്താ. ഞാൻ പിന്നെ എപ്പോഴും ഫീൽഡ് വർക്കിലാണല്ലോ. ഈ കള്ളക്കടത്തുകാരുടെ ശല്യം ഉണ്ടേ, അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആനി നടന്നു. അല്ല, ഡാഡി ടോണിയെ പരിചയപ്പെടണം പറഞ്ഞിരിക്കുക. അയ്യോ, ഡാഡിയോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല, പറഞ്ഞോന്ന് ചോദിച്ചതേ ഉള്ളൂ. പറഞ്ഞു. ഇനി കാണുമ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നോട്. അയ്യോ, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. മാത്രമല്ല ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസിയാണ്. ഒഴി കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് വരാം. ഇപ്പൊ ഞാൻ മറ്റേ വാ. അല്ലെങ്കിൽ എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടുകളെ. കയറിയ മലെ. പോണ്ട, ഇത് ചതിയാ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ. ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ടോണി. ഹലോ. പള്ളിയിൽ വെച്ച് കണ്ടതാ.
ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. നന്നായി. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ മാത്യൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ. ഐ എം ടോണി ലൂയിസ്. ഇത് ജമാൽ. ഹലോ. മാത്യൂസ് എന്റെ കസിനാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ വന്നോണ്ടല്ലോ. ഒരുപാട് ജോലിയുണ്ട്. നാട്ടില് കള്ളന്മാര് കൂടുമ്പോഴാണ് പോലീസുകാർക്ക് ജോലി കൂടുക. സത്യം, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഉവ്വോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ. പോട്ടെ, നീ പിന്നെ കാണാം.